എല്ലാവർക്കും നമസ്കാരം. ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഐലൈനർ വെച്ചിട്ടും കാജൽ ഉപയോഗിച്ചിട്ടും ആ കണ്ണെഴുതുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ കണ്ണിൽ എൻ്റെ മേലെയും താഴെയും നിന്നായിട്ട് എണ്ണമയം ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ എന്തെങ്കിലും ഒരു പൗഡർ വെച്ചിട്ട്, അത് ടാൽക്കം പൗഡറോ കോമ്പാക്ട് പൗഡർ എന്തായാലും അത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. ഓക്കെ, കാജലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ കാജലാണ്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നൊരു കാജലായത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ കാജൽ എഴുതുന്ന പോലെ തിക്കായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് കാജൽ എഴുതില്ല. അത് ഡെയിലി നിങ്ങൾ കണ്ണെഴുതുന്ന ആൾക്കാരാണെങ്കിൽ വല്ലാതെ പ്രഷർ കൊടുത്തിട്ട് വലിച്ചു പിടിക്കരുത് കേട്ടോ കണ്ണിൻ്റെ അടിയിൽ. അത് കണ്ണിൻ്റെ താഴെ പെട്ടെന്ന് തന്നെ ചുളിവ് വരാൻ കാരണമാവും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനിത് ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ശക്തി കുറച്ചിട്ട് വേണം അങ്ങനെ ഡെയിലി ചെയ്യണവരാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ടിപ്പ് പോലെ പറഞ്ഞു തരാണ്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ണെഴുതുന്ന പോലെ കണ്ണെഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം കണ്ണിൻ്റെ മുകൾ ഭാഗത്തുള്ള വാട്ടർ ലൈനില്ലേ, അവിടെയും കൂടി ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇത് കാണുമ്പോൾ കുറച്ച് പേടിയാവുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈസി ആവും. ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത് കണ്ടിട്ട് ചിലപ്പോൾ പേടിയാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ ആ മേലത്തെ ഭാഗത്തുള്ളത് താഴത്തെ ഭാഗത്തുള്ള ഇങ്ങനെ യോജിച്ചിട്ട് ആ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും രണ്ടും കൂടി അഡ്ജസ്റ്റ് ആയിക്കോളും. ഐലൈനറായിട്ട് ഞാൻ ലാക്മിയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ തുടങ്ങുമ്പം കണ്ണിൻ്റെ ഉൾഭാഗത്തു നിന്ന് തുടങ്ങുക. അത് വളരെ തിന്നായിട്ടുള്ള ലൈന് വരച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ഈ ഒരു ലുക്ക് കാണിക്കുന്നത് ചെറിയ കണ്ണുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ഈ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ, ക്ലിപ്പ് കാണിക്കുന്നത്. അപ്പം ചെറുതായിട്ട് തിൻ ലൈനായിട്ട് കണ്ണിൻ്റെ പുറംഭാഗം വരെ കൊണ്ടുവരിക. ഇത് ചെറിയ കണ്ണുള്ളവർ. എന്നിട്ട് ചെറുതായിട്ടൊരു വാല് ഇട്ട് കൊടുക്കുക. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചിരിക്കുന്ന ആ വാല് ആ വിങ് കാണുകയും ചെയ്യും. കുഞ്ഞു കണ്ണുള്ളവർക്ക് വലിയ വിങ് വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിയുമ്പോഴത്തേക്കും അത് കാണുന്നുണ്ടാവില്ല. അപ്പം അത് വരച്ചതിന് കാര്യവുമില്ല, അതിട്ട് കാണുമില്ല, ഒരു ഭംഗിയും കൊടുക്കില്ല. അപ്പം അതിന് പകരമായിട്ട് ചെറിയൊരു വിങ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പം മീഡിയം ടു വലിയ കണ്ണാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തിക്നെസ് കൂട്ടിക്കൊടുക്കും. എൻ്റെ കണ്ണെന്ന് പറയുന്ന ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു കണ്ണാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വിങ്ങും അതിനനുസരിച്ചുള്ളൊരു കട്ടിയാണ് ഞാൻ ഐലൈനറിന് കൊടുക്കാറ്. അതിന് കൂടുതലായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അത് കണ്ണ് തുറക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല വലിയ ഉണ്ട കണ്ണാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ വിങ്ങിൻ്റെ വലുപ്പമൊക്കെ കൂട്ടാം. താഴത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ കൺപീലിൻ്റെ അടിയിലായിട്ട് ആ കാജൽ കവർ ചെയ്യുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. വരച്ചിട്ട് പകുതി വരെ വരച്ചിട്ട് ഉള്ളിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഈ രണ്ട് ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. കാര്യം ഒരേ പുറമേ നിന്ന് വരച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്ര കൺട്രോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പകുതി വരെ ചെയ്തതിന് ശേഷം പിന്നെ ഉൾഭാഗത്തുനിന്ന് നടുഭാഗം വരെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ കണ്ണിൻ്റെ ഉൾഭാഗം രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. മേലത്തെ ഐലൈനറിൻ്റെ പോർഷനും താഴത്തെ ഭാഗം കൂടി രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്ത ആ ഉൾഭാഗത്തായിട്ട്. അപ്പം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൻ്റെ ആ ഷേപ്പിൽ തന്നെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പുറത്തെ ഭാഗത്തെല്ലാം ഞാൻ ജസ്റ്റ് ഫാസ്റ്റായിട്ടൊന്ന് കാണിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പിന്നുള്ളൊരു കാര്യം, നിങ്ങൾ മേലത്തെ വിങ് വരയ്ക്കുന്ന സമയത്ത് കണ്ണ് കുറച്ച് തുറന്നു പിടിച്ച് ഫസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് കണ്ണൊന്ന് തുറന്നു പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര വലിപ്പം വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. കണ്ണ് തുറന്നു പിടിച്ചൊന്ന് നോക്കുക. കണ്ണ് അടച്ചു പിടിച്ചിട്ട് ഫുള്ള് വരച്ച് കഴിഞ്ഞാൽ പിന്നെ വലിപ്പം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് നല്ലതിങ്ങനെ കണ്ണ് ഫസ്റ്റ് തുറന്നു പിടിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എത്ര വരയ്ക്കാൻ പറ്റും പിന്നെ എന്നുള്ളത്. ഇവിടെ ഞാൻ ലാഷസ് കേൾ ചെയ്യാണ്. കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് മസ്കാര ഇടും. ലാഷ് കേളെയർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് അത് കേൾ ചെയ്തതിന് ശേഷം മസ്കാര ഇടുന്നത് നല്ല മസ്കാര കേട്ടോ. മേബലിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഞാൻ ഒരു കണ്ണിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. എത്രത്തോളം ഭയങ്കരമായിട്ട് ലാഷസ് ലിഫ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കണ്ണിൻ്റെ ലാഷസ് കൺപീലി നല്ല എന്താ പറയുക വലിയതായിട്ടും നല്ല തിക്കായിട്ടും തോന്നിക്കും ഈ ലാഷസ് മസ്കാര.
നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. താഴത്തെ ഭാഗത്തും അതേപോലെ തന്നെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനെല്ലാം ഉപരി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.